വീട്ടില് ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ബ്രാഹ്മണ കുടുംബത്തിലാണ് വളർന്നത്. വളരെയധികം ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചിട്ട് വളർന്ന് അങ്ങനെ ഒരു ഗുരുനാഥന്റെ കീഴില് ഗുരുകുല സമ്പ്രദായം അനുസരിച്ചുള്ള വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് അദ്ദേഹം ചെന്നു. അവിടെ അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനെ കിട്ടി. ദ്രുപദ മഹാരാജാവ്. ദ്രൗപദി അദ്ദേഹത്തിന്റെ അച്ഛൻ ദ്രോണാചാര്യരുടെ കുട്ടിക്കാലത്തെ സഹപാഠിയായിരുന്നു, സതീർത്ഥ്യനായിരുന്നു. ഇവർ തമ്മിൽ അസാധ്യ സ്നേഹബന്ധമായിരുന്നു. അങ്ങനെ ദ്രോണരുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടപ്പോ യുവരാജാവായിട്ടുള്ള ദ്രുപദ മഹാരാജാവ് പറഞ്ഞു, കുട്ടിക്കാലത്ത് പറഞ്ഞു, അതെ ഇപ്പൊ ഞാൻ വെറും ഒരു യുവരാജാവാണ്. എന്റെ കയ്യിലേക്ക് ആ രാജ്യമൊക്കെ വന്ന് ഞാനൊരു മഹാരാജാവായി കഴിഞ്ഞാൽ അങ്ങേക്ക് ഈ ജീവിതകാലം മുഴുവനും സുഭിക്ഷമായിട്ടുള്ള ജീവിക്കാനുള്ള വക ഞാൻ തരാം. ഒരു തർക്കമില്ല. ഇനിയിപ്പോ വേറെ ആരുടെ അടുത്തും ഇയാള് പോണ്ട, ഇങ്ങനെ വെള്ളി തിരിഞ്ഞൊന്നും നടക്കരുതിട്ടോ, തനിക്കുള്ളതൊക്കെ നോൻ തന്നേക്കാം എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവര് വിവിധ സ്ഥലങ്ങളിലേക്കായിട്ട് പോയി. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഇവരുടെ രണ്ടുപേരുടെ മേളിയൊക്കെ കഴിഞ്ഞു. രണ്ടുപേരുടെ മേളിയൊക്കെ കഴിക്കുകയുണ്ടായി. ആവുമ്പോ പറയാത്തോ. അങ്ങനെ ദ്രോണാചാര്യന്റെ വേളി കഴിയുണ്ടായത്. ദ്രോണാചാര്യന്റെ വേളി കഴിഞ്ഞു ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു അറിയോ? അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവൊക്കെ ജനിച്ച് ഒരു പ്രായമൊക്കെ ആയപ്പോഴേക്കും ദ്രോണാചാര്യ ദാരിദ്ര്യ ദുഃഖം അങ്ങോട്ട് കലസലായി. അവസാനം വീട്ടിലുള്ള ഭാര്യ ദ്രോണാചാര്യരോട് പറഞ്ഞു, അതെ താങ്കളുടെ വലിയ സുഹൃത്താണ് ദ്രുപദ മഹാരാജാവ്, താങ്കളുടെ മഹാരാജാവ് എന്ന് പറയുന്നുണ്ടായതല്ലേ, എന്നിട്ടാണോ അങ്ങനെ വിഴുങ്ങസ്യാന്ന് പറഞ്ഞ് ഇരുത്തി കുഴിച്ചിട്ടാക്കുന്നത്? അങ്ങനെ എഴുന്നേൽക്കുക, പോയിട്ട് പകുതി രാജ്യം തന്നെ കേട്ടോ തന്നോട് പണ്ട് പറഞ്ഞേക്കണ ആര്? ദ്രുപദ മഹാരാജാവ്. പോയിട്ട് ചോദിച്ചിട്ട് മേടിച്ചിട്ട് വേണോ എന്ന് പറഞ്ഞിട്ട് ഭാര്യ അദ്ദേഹത്തെ ഒന്ന് തിരിച്ചു. മകനെയും കൂട്ടി അശ്വത്ഥാമാവിനെയും കൂട്ടി ദ്രുപദ മഹാരാജാവ് പാഞ്ചാല മഹാരാജാവിന്റെ രാജധാനിയിലേക്ക് പുറപ്പെട്ടു. രാജധാനിയിലേക്ക് ചെന്നു. രാജധാനിയുടെ കൊട്ടാരവാദികൾ വെച്ച് തന്നെ ദ്രുപദ മഹാരാജാവിനെ കാണാനിടയായി. അദ്ദേഹം വേറെ എവിടേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. കണ്ടു, ചെന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് ചെന്നപ്പോഴേക്കും ദ്രുപദ പറഞ്ഞു, ഹൈ മാറി നിൽക്കുക, ഉടുത്തിട്ടില്ല കുളിച്ചിട്ടില്ല, അങ്ങനെ ഒരുത്തവർക്ക് മാറി കെട്ടിപ്പിടിക്കാതൊക്കെ എന്താണ് പോ കെട്ടിയിറങ്ങിട്ട് വന്നേക്കുന്നത്? അത് ഞാൻ താൻ ദ്രോണനാച്ചാൽ എനിക്ക് എന്താ കുഴപ്പം? ഞാൻ എന്താ തൊഴുതു വണങ്ങണോ? അല്ല, നമ്മൾ ഒരുമിച്ച് പഠിച്ചേർന്നതാണ്. അല്ല അങ്ങനെ പറയണ്ടായി. പകുതി രാജ്യോ ഇവിടുന്ന് കടന്നു പോയില്ലേ അച്ഛൻ? എന്റെ കിങ്കരന്മാരെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പുറത്താക്കിക്കും. ഇവിടെ പിടിച്ച് പുറത്താക്കിയതിന് അതിപ്പോ എന്നെ തേടി വന്നൊരു ബ്രാഹ്മണനായതുകൊണ്ട് താഴത്ത് മുട്ടുവരെയാണ് സദ്യ നടക്കണ്ട്. കഴിച്ചിട്ട് പൊക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞ് അപമാനിച്ചു പറഞ്ഞയച്ചു. ആരെ? ദ്രോണാചാര്യ അപമാനിച്ചു പറഞ്ഞയച്ചു. അപമാന ഭാരം സഹിക്കുക വയ്യാതെ ഇനിയിപ്പോ വീട്ടിലേക്ക് തിരിച്ചു തരാൻ പറ്റില്ല. അവിടെ ചെന്നതിനും വലിയ തിരിക്കുവേ. കാരണം ഇവിടെ ദ്രുപദ മഹാരാജാവായിരുന്നു, ഇവിടെ ഭാര്യയാണ്. ഇയാൾ ഇത്ര പറഞ്ഞോളൂ. അവള് ചിലപ്പോ വാങ്ങിച്ച് കുറ്റിയിട്ടും വരും, പിന്നെ അകത്തേറാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ആയപ്പോ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഇങ്ങനെ നടന്ന് മഹാനായ ഭീഷ്മര് അദ്ദേഹത്തിന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് ഭരിക്കുന്ന ഒരു രാജ്യം ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്തെത്തി. രാജ്യാതിർത്തിയിലെത്തിയപ്പോ ഇവിടെ വലിയൊരു മൈതാനം നോക്കിയപ്പോണ്ട് 105 കുട്ടികൾ നിന്നിട്ട് പന്ത് കളിക്കുക. ഒരു മൈതാനത്തെ 105 പേര് നിന്ന് പന്ത് കളിക്കുന്നു. ആ മൈതാനത്തിന്റെ ഒരറ്റത്ത് ഒരു ചെറിയ പെൺകുട്ടി നിന്ന് കൈയൊട്ടി തിരിക്കുക. അത് 105 പേര് പാണ്ഡവ കൗരവാദികളായിട്ടുള്ള 105 പേര്. ആരാ? ഒരു പെൺകുട്ടി. അങ്ങനെ കുറെ നേരമൊക്കെ ഈ കുട്ടികളുടെ പന്തുകളിയൊക്കെ കണ്ടു നിന്ന നേരത്ത് ഒരു സമയം നോക്കിയിട്ടുണ്ട്. ആ കുട്ടികൾ കളിച്ചിരുന്ന പന്ത് ഒരു ചെളിക്കുണ്ടിൽ വലിയൊരു പൊട്ടക്കിണറ്റിലേക്ക് വീണു. അതിപ്പോ എങ്ങനെ എടുക്കുക എന്നറിയാണ്ട് കുട്ടികൾ ഇങ്ങനെ പരക്കം പാഞ്ഞ് നിൽക്കുന്ന നേരത്ത് ദ്രോണാചാര്യൻ ചെന്നു. ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞു. ഒരു അമ്പും വില്ലും കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു അമ്പും വില്ലും കൊണ്ടുവന്നു. ദ്രോണാചാര്യര് ഒരമ്പെടുത്ത് കിണറ്റിലേക്ക് പന്തുമ്പലേക്ക് എഴുതു. അടുത്ത അമ്പ് ആ അമ്പിന്റെ താഴേക്ക് ഇങ്ങനെ എഴുത് ഇങ്ങനെ പതുക്കെ ആ പന്ത് പൊക്കി കുട്ടികൾക്ക് കൊടുത്തു. പിന്നെ കുട്ടികൾ കളി തുടങ്ങി. വീണ്ടും പന്ത് കണ്ടി പോയി.
വാദം വെച്ചെന്നാ പറയാ അല്ലേ? ശരിയല്ലേ? അങ്ങനെയുണ്ട്. അപ്പൊ വീണ്ടും 10 മിനിറ്റ് പോയി. അപ്പൊ ഇതാണ് ദ്രോണാചാര്യോട് ഇത്തോടെ ഞാനെടുത്തേ ഈ കൂട്ടത്തിൽ നിന്ന് കേമന്മാരാരെങ്കിലും ഉണ്ടോ വന്നെടുത്തു തരാൻ പറഞ്ഞു. അപ്പോഴാണ് കൃഷഗാത്രനായിട്ടുള്ള ഒരു തേജസ്വിയായിട്ടുള്ള ഒരു കുട്ടി വന്നിട്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദ്രോണാചാര്യ ചെയ്ത അതേ രീതിയില് ഈ അസ്ത്രപ്രയോഗം നടത്തി ആ പന്ത് അവിടെ നിന്ന് തിരിച്ചെടുത്തു. ആ കുട്ടി ആരായിരുന്നു? ആ കുട്ടി അർജുനനായിരുന്നു. ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഭീഷ്മാചാര്യർ അത് അവിടേക്ക് വരുന്നതും ദ്രോണാചാര്യെ കണ്ട അത്ഭുതാദരങ്ങളോടെ ഭീഷ്മാചാര്യര് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ഒരുപാട് സ്നേഹവാക്കുകളൊക്കെ പറഞ്ഞു എന്നാ പറയണം. കാരണം സ്വന്തം പൗത്രന്മാർക്ക് ഒരു ഗുരുവിനെ കിട്ടാനായിട്ട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്താണ് ആ അസ്ത്രശാസ്ത്ര വിദ്യയിൽ അതിഗംഭീരനായിട്ടുള്ള പ്രാഗൽഭ്യമുള്ള ദ്രോണാചാര്യർ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ദ്രോണാചാര്യര് കൗരവർക്കും പാണ്ഡവർക്കും വിദ്യ അഭ്യസിപ്പിച്ചു തുടങ്ങി. ഇപ്പൊ സ്വതേ വിദ്യാഭ്യാസം തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും ടെസ്റ്റ് പേപ്പറും അല്ലേ? സ്കൂളിൽ തുറന്ന് പിറ്റേ ദിവസം തന്നെ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. അങ്ങനെയാണ് സ്വതേ. അതുപോലെ ദ്രോണാചാര്യ പറഞ്ഞു നാളെ വരുമ്പോ ടെസ്റ്റ് പേപ്പർ ഉണ്ടിട്ടോ എല്ലാവരും ഇന്ന് വരെ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വന്നോട്ടോ അത് പറഞ്ഞു. ചിരിക്കണ നീ നാഗുലനായോണ്ട് തനിക്ക് അങ്ങനെ ഒഴിവൊന്നുമില്ല കേട്ടോ. പിള്ളേര് ചെറുതാന്ന് പറഞ്ഞിട്ട് സഹദേവാ നീ ഒളിച്ചിരിക്കുന്ന നിന്നെ ഞാൻ കണ്ടു പഠിച്ചിട്ട് വന്നോട്ടോ എന്നൊക്കെ പറഞ്ഞൊക്കെ എല്ലാവരെയും പറഞ്ഞു കിട്ടും. അങ്ങനെ പിറ്റേ ദിവസം വന്നു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു ദ്രോണാചാര്യ. ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് എന്നാ അറിയോ? അതാ അങ്ങ് ദൂരെ കാണുന്ന ആ മാവിന്റെ മുകളിൽ ഏറ്റവും തുഞ്ചത്ത് ഞാനൊരു കപട പറവയെ കെട്ടിയിട്ടിട്ടുണ്ട്. മരം കൊണ്ടുണ്ടാക്കിയ ഒരു കപട പറവയെ കെട്ടിയിട്ടിട്ടുണ്ട്. ആ കപട പറവയുടെ വലത്തെ കണ്ണിന്റെ കൃഷ്ണമണിയിൽ അമ്പ ഇത് കൊള്ളിക്കുക എന്നുള്ളതാണ് പരീക്ഷ. അതിലാർക്ക് സാധിക്കും. ഉടനെ തന്നെ യുധിഷ്ഠിരൻ വന്നു. ഞാൻ ചെയ്യാം. എന്നായിക്കോട്ടെ. അമ്പും വില്ലെടുത്തു യുധിഷ്ഠിരൻ. എന്നിട്ട് വളച്ചു വെച്ചിട്ട് നിക്കണ നേരത്ത് പറഞ്ഞു ദ്രോണായിരുന്നു നിക്കു 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 ഉണ്ണി താൻ എന്താ കാണണേ? അതെ ഗുരുനാഥ ഞാൻ മാവ് കാണുന്നുണ്ട്. ആ നിർത്തിക്കോ നിർത്തിക്കോ ശരി. അടുത്തത് ദുര്യോധനം വന്നു. ദുര്യോധനം വന്നിട്ട് പറഞ്ഞു എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു മാവിന്റെ ഏറ്റവും തുഞ്ചത്ത് കാണുന്നുണ്ട്, പിന്നെ കുറെ ആകാശം കാണുന്നുണ്ട്. ആ മതി നീയും പോകോ. അത് മൃഗോദരൻ വന്നു. ആരാത്? ഭീമസേനൻ എന്തായി വന്നു. ഒരു വെള്ളോണ്ട് വില്ലുപൊക്കി, 2 വെള്ളോണ്ട് അസ്ത്രം എടുത്ത് ഇങ്ങനെ നിന്ന വഴി ദ്രോണർ ചോദിച്ചു എന്താ മോനെ ഉണ്ണി വല്യുണ്ണി എന്താ കാണുണ്ടായത്? എന്റെ ഗുരുനാഥ ഇങ്ങനെ കൊലകൊലയായിട്ട് തൂങ്ങിക്കിടക്കുന്ന പഴുത്തോ അമ്പഴങ്ങളാ നമുക്ക് അന്നേട്ടോ. ആരാ പറഞ്ഞേ? ഭീമസേനല്ലാതെ വേറെ കാണാൻ തരില്ലല്ലോ. ഉണ്ടോ? ഭീമസേനോട് ചോദിച്ചു നോക്കുക. അവസാനാണ് മധ്യമ ബാന്ധവനായിട്ടുള്ള അർജുനൻ വന്ന് വളരെ തീക്ഷ്ണമായ ഒരു നോട്ടം കൊണ്ട് തന്റെ ലക്ഷ്യത്തെ അദ്ദേഹം ഒന്ന് നോക്കി വെച്ചു. വില്ലെടുത്തു. ശരം കുലച്ച് നിൽക്കുന്ന നേരത്ത് ഗുരുനാഥൻ ചോദിച്ചു ഹേ അർജുന പാർത്ഥ മധ്യമ ബാന്ധവ എന്താണ് നീ കാണുന്നത്? ഗുരുനാഥ കപടപറവയുടെ വലത്തെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ മധ്യഭാഗമാണ് ഞാൻ കാണുന്നത്. എന്താ കാണണേ? കപടപറവയുടെ വലത്തെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ മധ്യഭാഗമാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞതും ഉത്തരവ് കൊടുത്തു. എഴുതോളൂ. കൃത്യമായിട്ട് എഴുതുകൊള്ളിച്ചു. ഇനി ധാരാളം ഉദാഹരണങ്ങളുണ്ട് മഹാഭാരതത്തിൽ തന്നെ. ഇതേ അർജുനനെ വെച്ചിട്ട് തന്നെ സഞ്ജാന മഹാരാജാവിന്റെ രാജധാനിയിൽ സ്വയംവരം നടക്കണ്ടായി. ആരുടെ? പാഞ്ചാലിയുടെ. നടക്കണ്ടായില്ലേ? എന്താ പത്ര നാണം നാണിക്കാന്നില്ലത് നടന്ന കാര്യല്ലേ? ആ പാഞ്ചാലിയുടെ സ്വയംവരത്തിന് താനും പോകണ്ടായല്ലോ. ഭക്ഷണം കഴിക്കുന്നത് കണ്ടല്ലോ. ആ പാഞ്ചാലി സ്വയംവരത്തിന്റെ ഇടയിലും നമ്മൾ ഇതുപോലെ ഒരു കാഴ്ച കണ്ടല്ലേ? എന്തായിരുന്നു മറ്റുള്ള ആളുകളും അർജുനനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തായിരുന്നു? അർജുനന്റെ ലക്ഷ്യം സ്പെസിഫിക് ആയിരുന്നു അല്ലേ? അർജുനന്റെ ലക്ഷ്യം എങ്ങനെയായിരുന്നു? സ്പെസിഫിക് ആയിരുന്നു, മെഷറബിൾ ആയിരുന്നില്ലേ?
അച്ചീവബിൾ, അറ്റൈനബിൾ ആയിരുന്നു. ആയിരുന്നില്ലേ? റിയലിസ്റ്റിക് ആയിരുന്നു. ടൈംലി ആയിരുന്നു. കുറിച്ച് ഇത്ര സമയത്തിനുള്ളിൽ എഴുതിടണമെന്നുണ്ടായിരുന്നു. ടൈംലി ആയിരുന്നു അല്ലേ? ഫ്ലെക്സിബിൾ ആണ് മാറ്റിയെടുക്കുക, എപ്പോഴും മാറ്റിയെടുക്കുക കാര്യത്തിൽ. സ്മാർട്ട് ആയിരുന്നു അല്ലേ അർജുന്റെ ലക്ഷ്യം? അങ്ങനെയുള്ള ഒരു ലക്ഷ്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിർണ്ണയിക്കുമ്പോ പ്രധാനമായിട്ടും നമ്മള് രണ്ട് തരത്തിൽ നമുക്ക് അതിനെ ഡിവൈഡ്